2 വർഷം മുമ്പ് കോഴിക്കോട് നഗരത്തിലെ ഈദ്ഗാഹുകളിൽ വിതരണം ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പുസ്തകം. ഈ പുസ്തകത്തിന്റെ പേര് ഈദ് മുബാറക്ക്, കൊളസ്ട്രോൾ രോഗികൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ. ഇത് ഇറക്കിയിരിക്കുന്നത് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ലേഡീസ് വിംഗ് കേരള. സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്റർ ലേഡീസ് വിംഗ് കേരള, ഫ്രാൻസിസ് റോഡ്, കോഴിക്കോട്. 15-ാം പേജിൽ പറയുന്നു, മിക്കപ്പോഴും ആഹാരത്തിലും ജീവിത രീതിയിലും വരുത്തുന്ന മാറ്റം കൊണ്ട് രക്തത്തിലെ കൊളസ്ട്രോൾ നിലയിൽ വ്യത്യാസം വരും. ആഹാരവും മദ്യവും കുറച്ചും വ്യായാമം കൂട്ടിയും ശരിയായ ശരീരഭാരം കൈവരുത്തേണ്ടത് പരമപ്രധാനമാണ്. എന്താണ് ഇപ്പൊ ഇതിൽ പറഞ്ഞത്? കൊളസ്ട്രോൾ കുറക്കാൻ, ആരോഗ്യനില മെച്ചപ്പെടുത്താൻ നമ്മൾ ആഹാരം കുറക്കണം എന്നു മാത്രമല്ല, മദ്യവും കുറക്കണം. ഇസ്ലാം എന്താ പറഞ്ഞ? മദ്യം കുറക്കണമെന്നാണോ മദ്യം നിർത്തണമെന്നാണോ? കേട്ടില്ലേ? മുജാഹിദിന്റെ സലഫി ലേണിംഗ് കോഴ്സ് ഇറക്കിയ പുസ്തകമാണ്. അതിൽ പറയുന്നത് മദ്യം കുറക്കാനാണ്, മദ്യം അത് നിർത്താനല്ല പറയുന്നത്, മദ്യം കുറക്കണമെന്നാണ്. എന്നിട്ട് മുജാഹിദുകൾ ചോദ്യം ചെയ്യാണ്, ഇങ്ങനെയാണോ ഖുർആൻ പറഞ്ഞത്? മദ്യം കുറക്കാനാ പറഞ്ഞത്, നിർത്താനാ പറയുന്നത്? കഴിഞ്ഞില്ല. ഈ പന്നിയെ കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഇവരെ ഗവേഷണാണ്, ഞാൻ പറയാം. ഇനി ഇതിന്റെ തന്നെ 20-ാമത്തെ പേജിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 20-ാമത്തെ പേജിൽ പറയുന്നു, കൊളസ്ട്രോൾ രോഗികൾക്ക് സ്വീകരിക്കാവുന്നതും ഒഴിവാക്കേണ്ടതുമായിരിക്കുന്ന ആഹാര രീതിയെക്കുറിച്ച്. ഒഴിവാക്കേണ്ട ആഹാരം: കൊഴുപ്പ് കൂടുതലുള്ള പന്നിയിറച്ചി, കാളയിറച്ചി, ആട്ടിറച്ചി. സ്വീകരിക്കാവുന്ന ആഹാരം: കൊഴുപ്പില്ലാത്ത കാളയിറച്ചി, പന്നിയിറച്ചി, ആട്ടിറച്ചി. ഇതിന്റെ 20-ാമത്തെ പേജാണ്. നിങ്ങൾക്ക് ആർക്കും ഇത് എടുത്തു നോക്കാം, തിരിച്ചറിയണമെന്നേ ഉള്ളൂ. കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നിയിറച്ചിയും കഴിക്കാമെന്നാണ് എഴുതിയത്. മുജാഹിദിന്റെ പുസ്തകം. ആ പുസ്തകത്തിൽ പുതിയ കണ്ടുപിടുത്തം എന്താ? കൊഴുപ്പ് കുറവാണെങ്കിൽ പന്നി ഇറച്ചിയും കഴിക്കാം. എങ്ങനെയുണ്ട്? കള്ള് അല്പമാണെങ്കിൽ കുഴപ്പമില്ല. മുജാഹിദിന്റെ ഇജ്തിഹാദാണ്. ആയിരക്കണക്കിന് മുത്തലഖ് മുജ്തഹിദുകളെ കേരളത്തിലേക്ക് സംഭാവന ചെയ്ത മുജാഹിദ് മൗലവിമാരുടെ കണ്ടുപിടുത്താണത്. കേട്ടില്ല നിങ്ങൾ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിവിന്റെ വിസ്മയ ലോകം ഒരു വിരൽ തുമ്പിലൂടെ. സന്ദർശിക്കൂ www.ssfmobile.com. താങ്ക് യു.